ഏതാ വരികൾ തീയാണ്. തീ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തീ. സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് നേടി കൊലകാതം താണ്ടി ഞാൻ നാറിൽ പുത്തൻ ആയുധമേന്തി ചുടുചോരമോന്തി ആമസോൺ വീര നിന്നുടെ മാറുതുളഞ്ഞതിൽ കാട്ടുകരഞ്ഞു. ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺമകനുയിരനെ അമ്മ കരഞ്ഞു. ആർട്ടിക്കിൽ പനിമലയുരുകി കടലു നിറഞ്ഞതിൽ കരകൾ മറഞ്ഞു. ന്യൂയോർക്കിൽ മണ്ണിൻ മകനിൻ മൂച്ചു നിലച്ചതിൽ പോര് നടന്നു. പാലസ്തീൻ പല നൂറായി പലായനം ഒരു പതിവായി മാറി. ചീന നിൻ ചെങ്കൊടി താഴെ ഖുർആൻ എരിഞ്ഞതിൽ മണം പരന്നു. മലാക്കിൻ കണ്ണീർ വീണതിൽ എന്നെ പെട്ടതായി ഭൂമി കരഞ്ഞു. വൊല്ലാഗ്നി പാടാപാട്ടുകൾ 6 അടി മണ്ണിൽ കാതു തിരഞ്ഞു. ആസിഫയെ നരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു. ഐലൻഡിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിനാഴമളന്നു. ഐലൻഡിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിനാഴമളന്നു. ഐലൻഡിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിനാഴമളന്നു. ഭൂമി ഞാൻ വാഴുന്നിടം, ഭൂമി ഞാൻ വാഴുന്നിടം, ഭൂമി ഞാൻ വാഴുന്നിടം, അനുദിന നരകമേ മാറുന്നിടം, ഭൂമി ഞാൻ വാഴുന്നിടം. ചെക്കൻ തീയാണ് അല്ലേ? ചെക്കൻ വേറെ ലെവലാണ്. ഇന്ത്യയെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ മാത്രമല്ല സംസാരിക്കുന്നത്, ലോകത്തെക്കുറിച്ചാണ്. ഭൂമി ഞാൻ വാഴുന്നിടം, അനുദിനം നരകമായി മാറുന്നിടം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ടിന്റെ പേര് വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവന്റെ ശബ്ദം. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവുകയാണ്, അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാവുകയാണ്. ഈ വരികളിൽ ഭൂമി ഞാൻ വാഴുന്നിടം അനുദിനം നരകമായി മാറുന്നിടം എന്നുള്ള ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഹെഡിങ്ങിൽ വരുന്നത് എന്തെല്ലാമാണ് നമ്മൾ കേട്ട്. മലാക്കിൻ്റെ ആ ഒരു വിഷയം, അതുപോലെ ന്യൂയോർക്ക് വിഷയം, പാലസ്തീൻ ജനത, ചൈനയിൽ ഖുർആൻ എരിഞ്ഞതിനെക്കുറിച്ച്, ആസിഫയെക്കുറിച്ച്, ഐലൻഡിൻ കുഞ്ഞിക്കാലുകൾ, അതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്, എല്ലാവരും കേട്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമൊക്കെയായിട്ടുണ്ടാവും ഐലൻ കുറുതി. ആ ഒരു കുഞ്ഞു പൈതൽ കടലോരത്ത് മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഫോട്ടോ നമ്മൾ സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടതാണ്. വളരെ വൈറലായ ഒരു വിഷയമായിരുന്നു. അതുപോലെ ആസിഫ കാശ്മീരിയാണ് തോന്നുന്നു. 4 വയസ്സുള്ള ആസിഫ എന്ന് പറയുന്ന പിഞ്ചു ബാലിയെ പീഡിപ്പിച്ച ആ ഒരു, അതുപോലെ ന്യൂയോർക്കിൽ ആ ഒരു വെളുത്ത വംശജനായ പോലീസുകാരൻ, സെക്യൂരിറ്റി ഗാർഡ് വേറൊരു കറുത്ത വംശജനെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ വേൾഡിൽ എല്ലായിടത്തും ഫേമസ് ആയതാണ്. വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഫലസ്തീൻ ജനതയുടെ പലായനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ചീന നിൻ ചെങ്കൊടി താഴെ ഖുർആൻ എരിഞ്ഞതിൽ മണം പരന്നു, ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക അടിച്ചമർത്തലുകൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും അരാജകത്വത്തിനെതിരെയും സംസാരിക്കുന്ന വേടൻ തീയാണ്. ആ തീയിൽ തൊട്ടാൽ പൊള്ളില്ലേ? ഇപ്പോഴത്തെ പൊള്ളിയില്ലേ? വനംവകുപ്പ് നടപടിയെടുത്ത് വേടനെതിരെ നടപടിയെടുത്തവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഓട്ടപ്പാച്ചലിലാണ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥ, മന്ത്രി പദത്തിലിരിക്കുന്ന ആളുകളൊക്കെ.